ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളാർ ഫോമിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ്. റെപ്രസെൻറ്റ് 1+i ഇൻറ്റു ദ പോളാർ ഫോം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ്. ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ പോളാർ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മൾ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പോളാർ ഫോമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോളാർ ഫോമിൻ്റെ ഓരോ റെപ്രസെൻറ്റേഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾക്ക് കിട്ടിയ നമ്പർ, കോംപ്ലക്സ് നമ്പർ x+iy ആണെങ്കിൽ അതിലത്തെ എക്സിന് നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എക്സിന് നമ്മൾ r cos θ എന്നും വൈന് r sin θ എന്നും കൊടുക്കണം. ദെൻ നമ്മളുടെ പോളാർ ഫോം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ r e⁻i⁻θ. റെപ്രസെൻറ്റ് 1+i ഇൻറ്റു ദ പോളാർ ഫോം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദെൻ 1+i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോംപ്ലക്സ് നമ്പറാണ്. ദെൻ ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾക്ക് പോളാർ ഫോം, ഇതാണ് നമ്മുടെ പോളാർ ഫോം. പോളാർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z e⁻i⁻θ. r എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡുലസ് ഓഫ് z ആണ്. ദെൻ ഈ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ് ഓഫ് z. നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ആറും ദെൻ തീറ്റയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ r ഫൈൻഡ് ഔട്ട് ചെയ്യണേ മുന്നേ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഓരോ വേരിയബിൾസ് നോക്കാം. കോംപ്ലക്സ് നമ്പർ z = 1+i. ദെൻ ഹിയർ x = 1 ദെൻ y ഓൾസോ = 1. ദെൻ നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിനും വൈയും ഒക്കെ നമ്മൾ വേറെ കോർഡിനേറ്റ്സ് കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ലെറ്റ് x = r cos θ and y = r sin θ. ദെൻ നമുക്ക് ഈ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ 1 അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 = r cos θ then 1 = r sin θ. Question number 1. Question number 2. Then നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമ്പർ 1ന് 2ന് ആഡ് ചെയ്യും. ഇവരുടെ സ്ക്വയറിനെ നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ദെൻ സ്ക്വയർ ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ = r cos θ സ്ക്വയർ പ്ലസ് r sin θ സ്ക്വയർ. ദെൻ ഹിയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 plus 1 = r square cos θ square θ plus r square sin square θ. Then here നമുക്ക് r കോമൺ ആണ്. സോ r നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. r square cos square θ plus sin square θ. ദെൻ നമുക്കറിയാം ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇവിടെ 1 ആയി മാറും. നെക്സ്റ്റ് ദെൻ 1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ 2 = r സ്ക്വയർ. ദെൻ നമുക്ക് കാണേണ്ട വാല്യൂ r ആണ്. ദെർഫോർ r = √2. ദെൻ നമ്മൾ ഹിയർ നമ്മുടെ മോഡുലസ് ഓഫ് z ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് z ആണ്. ഇനി നമുക്ക് കാണാനുള്ള തീറ്റയാണ്. തീറ്റ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ tan ഇൻവേഴ്സ് y/x. ഇതിന് പറയൽ ആർഗ്യുമെൻറ്റ് ഓഫ് z എന്നാണ്. ഓഫ് z. ദെൻ തീറ്റ കാണാൻ നമുക്ക് തീറ്റ കാണാം. tan ഇൻവേഴ്സ് y/x. ഹിയർ y എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ x എന്ന് പറഞ്ഞാൽ 1 ആണ്. = tan ഇൻവേഴ്സ് 1/1 = tan ഇൻവേഴ്സ് 1. ദെൻ tan ഇൻവേഴ്സിൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ π/4 ആണ്. therefore θ = π/4. ദെൻ നമ്മളുടെ പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z r e⁻θ. ദെൻ r എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി √2 എന്ന് കിട്ടിയിട്ടുണ്ട്. √2 e⁻i π/4. സോ ഇതാണ് നമ്മുടെ പോളാർ റെപ്രസെൻറ്റേഷൻ. z
പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഏത് 1 പ്ലസ് ഐ എന്ന് പറഞ്ഞതിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2e⁻⁴. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. വേറൊരു എക്സാമ്പിൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് പോളാർ ഫോമിൻ്റെ തന്നെ. സോ ഈ വീഡിയോയിൽ വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.